ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ് റൂമിലുണ്ടെന്ന് മനസ്സിലാക്കുന്നതും ഗോകുല് കൃഷ്ണനെ നോക്കിയിട്ട് പറയാ, സാർ ഇവിടെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. പിന്നെ അടുക്കളയിൽ അപ്പയുടെ അഭിനയം കണ്ടപ്പോ എനിക്ക് പൂർണ്ണ ബോധ്യവുമായി. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും സംശയിച്ച് എത്തുന്നതിന് മുമ്പ് ഒരു സൂചന തരാൻ വേണ്ടി വന്നതാ ഞാൻ. സാർ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നെന്ന് എനിക്കൊരു ബോധ്യം ഉള്ളതുകൊണ്ടാ ഞാൻ സാറിനെ പറ്റി തള്ളി മറിച്ചതും. അപ്പൊക്കെ എന്തെങ്കിലും ഒരു ആപത്ത് വന്ന സാറ് പറന്നെത്തുമെന്നൊക്കെ. ഇത് കേൾക്കുന്ന കൃഷ് ആകട്ടെ ഗോകുലിനോട് ചൂടാവുന്നുണ്ട്. അപ്പൊ നീ എന്നെ കളിയാക്കിയതാണല്ലേ എന്ന് ചോദിച്ചിട്ട്, അയ്യോ അല്ല സാർ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എനിക്കറിയാം സാർ അപ്പയെ പൊന്നു പോലെ നോക്കുമെന്ന്. അതുകൊണ്ടല്ലേ സാർ അപ്പയുടെ മുറിയിൽ വന്നിട്ടും ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കുന്നത്. അല്ലെങ്കിലേ ഞാനതിന് സമ്മതിക്കുമായിരുന്നോ? ഇതൊക്കെ കേട്ട് കൺമണി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ഗോകുല് പറയാണ്, സാറിനെ അപ്പയും ഒരുമിച്ച് കാണുമ്പോഴേ എനിക്ക് വളരെ സന്തോഷമാണ്. വിവാഹ ദിവസം എത്താൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. പിന്നെ അപ്പയും ഞാനൊരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം, ക്ലാസ്സിലെ ഫുൾ പിള്ളേരും കല്യാണത്തിനുണ്ടാവും കേട്ടോ. അതും കൂടെ ചേർത്ത് വേണം സദ്യ ഉണ്ടാക്കാൻ. എന്നാൽ അതിലും നല്ലത് നമുക്ക് സ്കൂളിൽ വെച്ച് കല്യാണം നടത്തുന്നതല്ലേ എന്ന് കൃഷ് ഒരു കോമഡിയും പറയുന്നുണ്ട്. ഗോകുലിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൺമണി ഗോകുലിനോടായിട്ട് നിന്റെ കൂട്ടുകാർക്കായിരിക്കും ആദ്യ പ്രിഫറൻസ്. തുടർന്ന് കൃഷ്ണനോട് പോയിക്കോളാനും പറയുന്നുണ്ട്. എനിക്ക് ഡിസൈൻ ചെയ്യണമല്ലോ. അതേസമയം ഗോകുല് പറഞ്ഞു കൊടുക്കും കൺമണിക്ക്, എന്റെ അപ്പേ ഇന്നൊരു റെസ്റ്റ് എടുക്ക്, നാളെ രാവിലെ ചെയ്താൽ മതിയല്ലോ ഡിസൈനൊക്കെ. അത് തന്നെയാണ് കൃഷിന്റെ അഭിപ്രായം. ഉറങ്ങിക്കോളാനും ഞാൻ പോയിട്ട് പിന്നെ വരാമെന്നൊക്കെ കൺമണി മാത്രം കേൾക്കെ. കൺമണിയുടെ കാതലായിട്ട് കൃഷി ഇങ്ങനെ പറഞ്ഞപ്പോ കൺമണിക്ക് ആകെ ടെൻഷനായി. പോയിട്ട് വരാമെന്നോ? എന്ന് വെച്ചാൽ രാത്രി വീണ്ടും വരാമെന്നോ? ഇങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് കൺമണി. എന്തായാലും കൃഷി പിന്നീട് കൺമണിയോടും ഗോകുലിനോടും ഒക്കെ ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്നതും വാതിൽ തുറക്കുന്ന കൃഷ്ണനെ നോക്കി ഗോകുല് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്, അമ്മായിമാരൊന്നും കാണാതെ വേണം പോകാനെന്ന്. കൃഷാണെങ്കിൽ ആത്മവിശ്വാസത്തോടെ തന്നെ പറയും, എടാ ഗോകുലെ, ഞാനിങ്ങോട്ട് വരുന്നതും പോകുന്നതൊന്നും അമ്മായിമാര് പോയിട്ട് ഒരെല പോലും അറിയില്ല. പിന്നെയല്ലേ കൃഷി പോയി കഴിഞ്ഞ് ഗോകുല് കൺമണിയോട് പറയാണ്, അപ്പേ ഇതൊക്കെ കുറച്ച് ഓവറാണ് കേട്ടോ. പോട്ടെ, കല്യാണത്തിന്റെ തീയതി കുറിച്ചതല്ലേ. കൺമണിക്ക് അത് കേട്ട് വിഷമാവുന്നുണ്ട്, സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ താൻ വെറുതെ തമാശ പറഞ്ഞതായിരുന്നെന്ന് ഗോകുൽ അപ്പോഴാണ് കൺമണിയോട് പറയുന്നത്. അവരെങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മായിമാര് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കൂവുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ കൺമണിക്ക് ആകെ പേടിയാവാൻ തുടങ്ങി. കൃഷ് സാറ് നേരത്തെ എന്താ പറഞ്ഞത്? സാറ് വരുന്നത് പോകുന്നതൊന്നും ഒരില പോലും അറിയില്ല എന്നല്ലേ? കൃഷിന്റെ വീരവാദമൊക്കെ ഓർത്ത് കൺമണിക്ക് പോലും ചിരി വരികയാണ്. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം കൺമണി വിഘ്നേശ്വരന്റെ അമ്പലത്തിലെന്ന് പ്രാർത്ഥിക്കുകയാണ്. താൻ ചെയ്യാൻ പോകുന്ന ഡിസൈൻ എല്ലാ രീതിയിലും നന്നായിട്ട് വരണമെന്നും ഈ മത്സരത്തിൽ അലിക തന്നെ വിജയിക്കണമെന്നും അതിനെ വിഘ്നേശ്വരനെ അനുഗ്രഹിക്കണമെന്നുമാണ് കൺമണിയുടെ പ്രാർത്ഥന. കൺമണി പ്രാർത്ഥിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് ഉണ്ണിത്തിരുമേനി വരുന്നുണ്ട്. ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്യാൻ പോകുന്നതെന്നും ലോകത്തിലെ പ്രമുഖ ഡിസൈനേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അത്രയും പ്രത്യേകതയോടെ വേണം എനിക്ക് ഈ ഡിസൈൻ പ്രസന്റ് ചെയ്യാൻ എന്നൊക്കെ തിരുമേനിയോടും കാര്യങ്ങളെല്ലാം കൺമണി വിശദീകരിക്കുമ്പോൾ കൺമണിയുടെ വിഷമം മനസ്സിലാക്കുന്ന ഉണ്ണിത്തിരുമേനിയാകട്ടെ അതിനൊരു മാർഗം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചേച്ചി എല്ലാ തവണയും ഡിസൈൻ ചെയ്ത് ക്ലയന്റുകൾക്ക് അയച്ചു കൊടുക്കാറല്ലേ ചെയ്യാറ്? ഇത്തവണ അവരുടെ മുന്നിൽ നേരിട്ട് വരച്ച് പ്രസന്റ് ചെയ്യ്, അതൊരു പുതുമയാകുകയും ചെയ്യുമല്ലോ. ഇവര് തമ്മിൽ സംസാരിക്കുന്നതും ഒക്കെ നമ്മുടെ വരുൺ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. കൺമണി ചോദിക്കുന്നുണ്ട്, ക്ലയൻസിന്റെ മുന്നിൽ വെച്ച് നേരിട്ട് വരയ്ക്കുവോ? അതൊക്കെ എളുപ്പമുള്ള കാര്യമാണോ തിരുമേനി? ഒന്നാമത് ക്ലയൻസ് അംഗീകരിച്ച് തരണമെന്നൊന്നുമില്ല. രണ്ടാമത് അങ്ങനെ നേരിട്ട് വരയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. നേരിട്ട് വരയ്ക്കുമ്പോൾ മാറ്റങ്ങൾ വരുത്താനും തിരുത്താനും ഒന്നും അവസരമില്ലല്ലോ. വരയ്ക്കുന്നത് കൃത്യമാവണ്ടേ. ഞാൻ സാധാരണമായി ഒരു ഏകാന്തമായ സ്ഥലത്ത് നിന്നാണ് രചന നടത്തുന്നത്. ഒരാളോ അനക്കമോ ഒക്കെ എന്റെ ശ്രദ്ധ മാറ്റും. അതുകൊണ്ട് തന്നെ തിരുമേനി ഈ പറഞ്ഞ നേരിട്ട് വരയ്ക്കല് ഒരിക്കലും നടക്കില്ല. തിരുമേനിയാകട്ടെ കൺമണിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കുക. ചേച്ചിയുടെ എല്ലാ കാര്യത്തിലും വിഘ്നേശ്വരനാണല്ലോ ഒരു തീരുമാനം എടുക്കാറുള്ളത്. ഈ ഒരു കാര്യത്തിലും എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. വരുണാണെങ്കിൽ അത് കേട്ടുകൊണ്ട് പറയാണ് അവിടെ നിന്നിട്ട്, എന്നാലേ ഇത്തവണ ഈ പ്രോജക്റ്റിന്റെ കാര്യത്തിൽ ഞാനാടോ തിരുമേനി തീരുമാനം എടുത്തിരിക്കുന്നത്. വിഘ്നേശ്വരന്റെ ഈ ഇഷ്ടപുത്രിയെ ഈ മത്സരത്തിൽ തോറ്റു തുന്നം പാടും. കാരണം ഇപ്പൊ അവളോട് മത്സരിക്കുന്നതേ ഞാനാ. ഡിസൈന്റെ വിധിയല്ല, ഇവളുടെ വിധി തന്നെ ഞാനാണ് തീരുമാനിക്കാൻ പോകുന്നത് എന്നൊക്കെ തനിയെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വരുൺ. പെട്ടെന്ന് പിന്നോട്ട് വീഴുന്നുമുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കൃഷും കൃപയും തമ്മിൽ ഓരോ കളിയും തമാശകളും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ സാഗർ കൃഷ്ണനോട് വന്നിട്ട് ചോദിക്കുകയാണ്, നീ ബലരാമനെ വിളിച്ചായിരുന്നോ? കാര്യങ്ങൾ വല്ലതും സംസാരിച്ചോ? എടാ തീയതി അടുക്കാൻ പോവുക. ഒരു ഭാര്യയെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന പോലെ എളുപ്പമല്ല ഞാൻ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ കൃപ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ അതിനുള്ള സെർച്ചിങ്ങിലാണെന്ന്. എന്നാൽ ആദ്യം ബലരാമനെ വിളിച്ചൊന്ന് സംസാരിക്കുകയാണ് വേണ്ടതെന്നും എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കാനും സാഗർ പറയുന്നത് കേട്ടിട്ട് അതിനെന്താ ഇപ്പൊ തന്നെ വിളിക്കാലോ എന്ന് പറഞ്ഞ് കൃഷി ഫോൺ എടുത്ത് ബലരാമനെ വിളിക്കുകയാണ്. ബലരാമൻ ഫോൺ എടുത്തിട്ട്
എന്താടാ അനിയാന്ന് ചോദിക്കുമ്പോൾ കൃഷ് ആദ്യം തന്നെ ചോദിക്കുകയാണ്, നീണ്ട കണ്ണ്, എല്ലിൻ പൂ പോലുള്ള മൂക്ക്, തക്കാളിപ്പഴത്തിന്റെ കവിള്, മുട്ടോളം എത്തുന്ന മുടി, മുല്ലമുട്ട് പോലെയുള്ള പല്ലുകൾ, ഓക്കെ ആണോ? ബലരാമൻ ഇത് എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ കൃപ പറഞ്ഞു കൊടുക്കും, ഈ ഏട്ടൻ പറയുന്നതൊന്നും കാര്യമാക്കണ്ട വലിയേട്ടാ, ഏട്ടൻ കൺമണിയുടെ ഹാങ് ഓവറിൽ ഇരിക്കുക, കാലമൊക്കെ മാറി, മുട്ടറ്റ മുടിയും മുല്ലമുട്ടും ഒന്നും വേണ്ട, പേഴ്സണാലിറ്റി അത് മാത്രം നോക്കിയാൽ മതി. ബലരാമൻ അപ്പൊ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോ കൃഷി കാര്യം വ്യക്തമാക്കും, ഞങ്ങൾ ഏട്ടന് വേണ്ടി കണ്ടെത്തുന്ന പെൺകുട്ടി ഇങ്ങനത്തെ രീതിയിൽ മതിയോ എന്നാണ് ചോദിച്ചത്. ബലരാമൻ അത് കേട്ട ഒറ്റ ചിരിയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പെൺകുട്ടിയെ കണ്ടെത്തുന്നു, എന്തിന് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ കൃപ മറുപടി കൊടുക്കുകയാണ്, കാണാൻ. ഏട്ടാ, ഇവിടെ ഏട്ടന്റെ കല്യാണത്തിന്റെ ഒപ്പം വലിയേട്ടന്റെ കല്യാണം കൂടെ നടത്താനുള്ള പ്ലാനിലാണല്ലോ, ആര് നടത്തുന്നു എന്നൊക്കെ ബലരാമൻ ചോദിക്കുന്നത് കേട്ടിട്ട്, ആരാച്ചാര്, അതെ അധികം നമ്പർ ഇടാതെ മനസ്സിലെ സങ്കല്പം ഒന്ന് പറയാമോ, ഇയാളും കൂടെ കെട്ടിയാലേ എന്റെ കെട്ടുകൂടെ നടക്കൂ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബലരാമൻ അപ്പൊ തന്നെ പറയുന്നുണ്ട്, എനിക്ക് കല്യാണമൊന്നും വേണ്ടാന്ന്. ഇത് കേട്ട് കൃപ, പിന്നെ എപ്പോ വേണം? ഏട്ടന് വേണമെന്ന് തോന്നുന്ന സമയത്ത് കെട്ടാനായിട്ട് നാട്ടിലെ പെൺപിള്ളേര് കാത്തിരിക്കുകയാണോ? ഞങ്ങൾ കാര്യമായിട്ട് നോക്കി തുടങ്ങാൻ പോവുകയാണ്. മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് ഓക്കെ ആയ ഒരു കുട്ടിയെയും ഞങ്ങൾ അങ്ങോട്ട് ഫിക്സ് ചെയ്യും, വന്ന് താലി കെട്ടിക്കോണം എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. ഞാനെന്ന് പറയട്ടെ എന്നൊക്കെ ബലരാമൻ പറയുമ്പോൾ, ഒന്നും പറയണ്ട, ഞങ്ങൾ കാണുന്നു, ഫിക്സ് ചെയ്യുന്നു, ഏട്ടൻ കെട്ടുന്നു, അപ്പോൾ ഡൺ. ഇങ്ങനെയും പറഞ്ഞ് ബലരാമൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ കൃഷ് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. ബലരാമനാണെങ്കിൽ ഇതെന്തൊരു കഷ്ടമാണ്, കല്യാണം കഴിക്കണമെന്നോ, നടന്നത് തന്നെ എന്നൊക്കെ സ്വയം പെറുപെറുക്കുന്നുണ്ട്. പിന്നീട് കോഫി കൊണ്ടു കൊടുക്കുന്ന സുജാതയ്ക്ക് ബലരാമന് വേണ്ടി താൻ കണ്ടെത്തിയ പെൺകുട്ടിയുടെ ഫോട്ടോയെല്ലാം നമ്മുടെ സാഗർ കാണിച്ചു കൊടുക്കുമ്പോൾ സുജാത അതൊന്ന് നോക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല, മുഖം കറുപ്പിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും കൃഷ്ണൻ കൺമണിയും വന്നിട്ട് സാഗറിനോട്, വലിയേട്ടൻ പിടികൊടുക്കുന്നില്ല, പക്ഷെ മുന്നോട്ട് പോകാമെന്ന് ഞങ്ങൾ അങ്ങ് പറഞ്ഞു വെച്ചാ. അല്ല അതിരിക്കട്ടെ, ഏട്ടൻ പറഞ്ഞ ഭാര്യാസങ്കല്പം എന്തൊക്കെയായിരുന്നു? നീണ്ട കണ്ണ്, തക്കാളി കവിള്, മുട്ടറ്റ മുടി. കൃപയുടെ വർത്തമാനം കേട്ട് കൃപയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, നല്ല ഗ്രാമീണ പെൺകുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഒരാളെ വേണം ഏട്ടന് വേണ്ടി കണ്ടുപിടിക്കാമെന്നാണ് കൃഷിന്റെ ആഗ്രഹം. എന്നാൽ കൃപ അതിനെ എതിർത്ത് പറയുന്നുണ്ട്, ആണുങ്ങൾക്ക് ജീൻസ് ആവാം, മസിലാവാം, സ്റ്റൈലാവാം, അവര് കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾ മാത്രം സെറ്റുമുണ്ട്, തുളസിക്കതിര്, ആണിനെ നോക്കി കളം വരയ്ക്കൽ, അതൊക്കെ പോയി പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. ആണുങ്ങളെ നല്ല മുണ്ടും ജുബയും പിന്നെ തലയിൽ നിറയെ എണ്ണയൊക്കെ തേച്ച് മുടി ചീകി വെച്ചു വാ, എന്നിട്ട് സ്ത്രീ സങ്കല്പത്തിനെ കുറിച്ച് അങ്ങ് പറ. ആണുങ്ങൾക്ക് എങ്ങനെയും നടക്കാം, പെണ്ണുങ്ങൾക്ക് ശാലീനത, ഒന്ന് പോയി പണി നോക്കണ്ടേ ഏട്ടാ. കൃപ ഇങ്ങനെ കൃഷ്ണനോട് തർക്കിക്കുന്നത് കേട്ടിട്ട് സാഗറിനൊക്കെ ഇറിറ്റേഷൻ ആവുകയാണ്. സാഗർ അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതും പറഞ്ഞൊരു തർക്കമൊന്നും വേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിക്കണം. കൃഷ്ണനും കൃപയ്ക്കും തന്നെ ആ ചുമതല കൊടുക്കുകയാണ് സാഗർ. സുജാതയോട് ഇത് തന്നെ പറയാൻ തുടങ്ങുമ്പോൾ സുജാത അങ്ങോട്ട് കയറി പറയാണ്, ഞാൻ എന്റെ മനസ്സിലുള്ള ആളെ പറഞ്ഞല്ലോ, അത് മാനസയാ, അത് നിങ്ങൾ അംഗീകരിച്ചോ? ഇല്ലല്ലോ. വേറൊരു കാര്യങ്ങളും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ള മട്ടില് സുജാത ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് അവിടുന്ന്. ഇവിടെ കൺമണിയാണെങ്കിൽ ഡിസൈൻ വരയ്ക്കാനുള്ള തുടക്കം ഇടുകയാണ്. താൻ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഒരു അടിപൊളി ഡിസൈൻ വരച്ചേക്കണേന്ന് പറഞ്ഞിട്ടാണ് ഗോകുൽ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നത്. കൺമണി പറയുന്നുണ്ട്, ഡിസൈൻ റെഡിയായി കാണും, പക്ഷെ അത് അടിപൊളിയായിട്ടുണ്ടാവോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഓ, ഇത്ര എളിമയുടെ ആവശ്യമൊന്നുമില്ല അപ്പയല്ലേ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്, സംഗതി സൂപ്പറായിരിക്കും. ഇങ്ങനെയും പറഞ്ഞ് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ നേർന്നിട്ടാണ് ഗോകുല് സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ വിഘ്നേശ്വരനെയൊക്കെ പ്രാർത്ഥിച്ച് കൺമണി ക്യാൻവാസിൽ ഡിസൈൻ വരയ്ക്കാൻ തുടങ്ങുന്നു. കൺമണി വരയ്ക്കുന്നതെല്ലാം കാണാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടെ അഭിമാനത്തോടെയും ശ്രീനിവാസൻ പുറത്ത് നിൽക്കുന്നത് കാണുമ്പോൾ, എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട് കേട്ടോ കൺമണി. അപ്പൊ ശ്രീനി പറയും, മോള് വരയ്ക്കുന്നത് കാണാൻ വേണ്ടി ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. മോള് വരയ്ക്കുന്നത് കാണാനേ അച്ഛനൊരു കൊതി തോന്നിപ്പോയി, അതുകൊണ്ടാണെന്ന്. ഇത് കേൾക്കുന്ന കൺമണിയാകട്ടെ അച്ഛൻ അവിടെ നിൽക്കണ്ട, കൺമണിയുടെ റൂമിലുള്ള കട്ടിലിൽ തന്നെ ഇരുത്തുകയാണ്. അതേസമയം ശ്രീനി സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, നിനക്ക് വരയ്ക്കുമ്പോൾ ഏകാന്തത വേണമെന്നാണല്ലോ, ഞാനൊരു തടസ്സമാകുമോ? കൺമണി തിരിച്ചു ചോദിക്കും, ഞാൻ വരയ്ക്കുന്നത് കാണാൻ അച്ഛന് ആഗ്രഹമുണ്ടെന്നല്ലേ പറഞ്ഞത്, ഞാനിപ്പോൾ ഈ ഡിസൈൻ സമർപ്പിക്കാൻ പോകുന്നത് അച്ഛന് വേണ്ടിയാണ്, അതുകൊണ്ട് അച്ഛൻ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. അച്ഛന്റെ അനുഗ്രഹത്തോടെ വരയ്ക്കുമ്പോൾ ഡിസൈനിന് കൂടുതൽ തിളക്കം ഉണ്ടാവും. ശ്രീനിക്കും അത് കേൾക്കുമ്പോൾ സന്തോഷമാവുന്നു. മോള് തുടങ്ങിക്കോളാൻ തന്നെ പറഞ്ഞത് കേട്ട് കൺമണി ഡിസൈൻ വരയ്ക്കുന്നതിന് തുടക്കമിടുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ശ്രീനിക്ക് ഒരു വയ്യായ്മ പോലെയൊക്കെ അനുഭവപ്പെടുന്നത്, ചുമ പോലെയൊക്കെ വരുന്നുണ്ട്. കൺമണി തിരിഞ്ഞു നോക്കി എന്താണ് ചോദിക്കുമ്പോൾ ശ്രീനി ഒന്നുമില്ലെന്ന് കള്ളം പറയുകയാണ്. കൺമണിക്ക് ഡിസൈൻ ചെയ്യുന്നതിൽ ഒരു തടസ്സം ഉണ്ടാക്കണ്ടെന്ന് കരുതിക്കൊണ്ട് തന്നെ. എന്നാൽ അത് പറഞ്ഞു തീരും മുമ്പ് തന്നെ ശ്രീനിവാസിന് തീരെ വയ്യാണ്ടാവുകയാണ്, ചുമച്ച് അവിടെ വീഴുകയാണ്. കൺമണിയാണെങ്കിൽ ഡിസൈൻ വരയ്ക്കുന്നതെല്ലാം അവസാനിപ്പിച്ച് ശ്രീനിവാസിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. കുറച്ച് വെള്ളം വേണമെന്ന് ആവശ്യപ്പെടുന്ന ശ്രീനിക്ക് വെള്ളമെല്ലാം എടുത്തുകൊണ്ട് വന്ന് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. കൺമണി നെഞ്ചെല്ലാം തടവി കൊടുക്കുന്നുണ്ട്. പിന്നീട് മാനസ വരുണിനെ കാണുമ്പോൾ ചോദിക്കുകയാണ്, വരുണിന്റെ നായിക വരുണിനെ തോൽപ്പിക്കുകയോ
എന്നൊക്കെ. അല്ല, നാളെ കൺമണി ഡിസൈൻ സമർപ്പിക്കുമല്ലേ, അതോടെ അവളുടെ പേര് നാഷണൽ ലെവലിൽ ഹിറ്റാകും. വരുണിന് മുമ്പിൽ കൂടെ അവളിങ്ങനെ തല ഉയർത്തി നിൽക്കും. എന്നാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് വരുൺ വീമ്പിളക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല വരുണിന് ഇതുവരെ അവളോട് ജയിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് മാനസ കളിയാക്കുമ്പോൾ വരുൺ തിരിച്ച് മാനസയും കളിയാക്കുന്നുണ്ട്. പറയുന്ന കേട്ടാത്തൊന്നും മാനസ അവളുടെ മുമ്പിൽ എപ്പോഴും ഫസ്റ്റ് റാങ്കിൽ അങ്ങ് ജയിച്ചുവെന്ന്. മാനസ ജയിക്കുമെന്ന് കരുതിയെടുത്തൊക്കെ അവള് മാനസയെ തോൽപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പൊ മാനസ സ്വയം ന്യായീകരിച്ചുകൊണ്ട് പറയാണ്, എന്റെ വരുണേ, എനിക്ക് ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ശരിയായ ഒരു ഫൈറ്റില് അവൾക്ക് എന്നെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല, എന്നെയും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് വരുണും പറയുന്നത് കേട്ടിട്ട് മാനസ വീണ്ടും കളിയാക്കാണ്. ഓ, എന്നിട്ടല്ലേ എന്നും കൈയും ഒടിഞ്ഞ് കഴുത്തും തിരിഞ്ഞ് നടക്കുന്നതിന് വരുണിന് ജീവിതകാലത്തില് അവൾക്ക് മുകളിൽ എത്താൻ പറ്റില്ല. ഇപ്പോഴേക്കും മാനസയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വരുൺ അത് പറയാണ്, മാനസയുടെ ടെക്നിക്കൊക്കെ എനിക്ക് മനസ്സിലായി. എന്നെ ചൂട് പിടിപ്പിച്ച് കൺമണിക്കെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തണം, അതല്ലേ മാനസയുടെ ഉദ്ദേശം. അവസാനം കുറ്റം ഞാനങ്ങ് ചുമക്കണം. അല്ല, ഇനിയിപ്പോ അങ്ങനെ ആയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ അവളെ ചവിട്ടി താഴ്ത്തിയിരിക്കും. വരുണിന്റെ ഈ വാശി കണ്ടിട്ട് ഓൾ ദ ബെസ്റ്റ് പറയുന്നുണ്ട് തിരിച്ച് മാനസ. വരുൺ വിചാരിച്ചാൽ എന്തും നടക്കും. ഇത്തരം കാര്യങ്ങൾക്ക് ധൈര്യമുള്ള ഒരു മനസ്സാണ് വേണ്ടത്, അത് വരുണിനുണ്ട് എന്നെല്ലാം പറഞ്ഞ് വരുണിന് വേണ്ടത്ര മോട്ടിവേഷനും കൊടുക്കുന്നുണ്ട് മാനസ. വരുൺ തിരിച്ച് വെല്ലുവിളിയോടെ പറയാണ്, മാനസ നോക്കിക്കോ, നാളെ അവളുടെ കയ്യിൽ നിന്ന് ആ ഡിസൈൻ ഞാൻ തട്ടിയെടുക്കും. അവളെന്നെ എതിർക്കാനെങ്ങാനും വന്നാം, അതോടെ അവള് തീർന്നു. ഇന്ന് അവൾ ചെയ്യുന്ന ഡിസൈൻ ആയിരിക്കും അവളുടെ ജീവിതത്തിലെ അവസാനത്തെ ഡിസൈൻ. അങ്ങോട്ട് കേൾക്കുന്നത് മാനസയ്ക്കാണെങ്കിലും പരമ സന്തോഷം. ഞാൻ ഈ സന്തോഷ വാർത്ത ഒരാളെയും കൂടെ ഒന്ന് അറിയിക്കട്ടെ എന്ന് പറഞ്ഞ് മാനസ ഉടനെ ഫോൺ എടുത്തിട്ട് ശ്രീദേവിയാണ് വിളിക്കുന്നത്. ശ്രീദേവിയാണെങ്കിലും ഡിസൈൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു. ശ്രീദേവി കോൾ എടുത്തതും മാനസ ചോദിക്കാണ്, എന്തായി ശ്രീദേവി കാര്യങ്ങൾ? ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക മാഡം, പക്ഷേ നല്ല ടെൻഷനുണ്ട് എനിക്ക്. ഒരു ടെൻഷനും വേണ്ട ശ്രീദേവി, സമാധാനമായും സന്തോഷമായിട്ടും നീ വരച്ചു. നാളെ നീ മാത്രമേ ഡിസൈൻ സമർപ്പിക്കാനുണ്ടാവൂ. ഇത് കേൾക്കുന്ന ശ്രീദേവി, അപ്പൊ കൺമണി വരയ്ക്കാനുണ്ടാവില്ലേ എന്ന് സംശയത്തോടെ ചോദിക്കുമ്പോൾ, ആ കൺമണി വരയ്ക്കും, പക്ഷേ ഡിസൈൻ ഓഫീസിലേക്ക് എത്തില്ല. കൺമണി വരയ്ക്കുന്ന ഡിസൈൻ നിന്റേതാണെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാം, എന്നാൽ അതൊന്നും വേണ്ടെന്നും ഞാൻ ഡിസൈൻ വരച്ചോളാമെന്ന് ഏൽക്കുകയാണ് ശ്രീദേവി. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. ശ്രീദേവിക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്ത് മനസ്സ് ഫോൺ വയ്ക്കും. ഇവിടെ ശ്രീനിവാസന്റെ വയ്യായ്മയെല്ലാം കാരണം കൺമണിക്ക് ഡിസൈൻ ചെയ്യാനാകുന്നില്ല. കൺമണി ശ്രീനിവാസനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും ശ്രീനിവാസൻ അതിന് തയ്യാറാവുന്നില്ല. അതൊന്നും വേണ്ട മോളെ, മോള് ആദ്യം വരയ്ക്ക്, നാളെ തന്നെ ഡിസൈൻ കൊടുക്കേണ്ടതല്ലേ, തനിക്ക് ഡിസൈൻ അല്ല പ്രധാനം, അച്ഛനാണെന്നും ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞു കൺമണി വീണ്ടും നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ശ്രീനിവാസൻ പറയുന്നു, അതൊന്നും സാരമില്ല, അച്ഛന് പെട്ടെന്നൊരു വയ്യായ്മ വന്നു, അതിപ്പോൾ മാറുകയും ചെയ്തു. അപ്പോഴേക്കും കൺമണിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. കൃഷ് സാറാണ് വിളിക്കുന്നതെന്ന് കൺമണി ശ്രീനിവാസനോടും പറയുമ്പോൾ ശ്രീനിവാസൻ കൺമണിയോട് മുൻപേ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എന്റെ അസുഖത്തിന്റെ കാര്യമൊന്നും കൃഷ്ണമോനോട് പറയണ്ട, അത് അച്ഛന്റെ ഒരു അപേക്ഷയാണെന്ന്. കൺമണി അത് സമ്മതിക്കും. എന്നിട്ട് കൃഷ്ണനോട് സംസാരിക്കാൻ തുടങ്ങും. കൃഷ് ആദ്യം തന്നെ ഡിസൈനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഡിസൈൻ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ തുടങ്ങിയെന്ന് പറഞ്ഞോളാൻ തന്നെ ശ്രീനിവാസൻ കൺമണിയോട് പറയുന്നുണ്ട്. അങ്ങനെ കൺമണി കൃഷ്ണനോടും തുടങ്ങിയെന്ന് തന്നെ പറയും. കൃഷ്ണനും അത് കേട്ട് സന്തോഷമാവുന്നു. എന്നാ പിന്നെ കൺമണി വരച്ചോ, ഓൾ ദ ബെസ്റ്റ് കൺമണി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കൃഷ് ഫോൺ വയ്ക്കും. തുടർന്ന് ശ്രീനിയാണെങ്കിലും കൺമണിയോട്, മോളിനി വരച്ചോ, അച്ഛൻ കാരണം മോളുടെ വിലപ്പെട്ട സമയമാണ് പോയത്, എന്തായാലും തനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും കൺമണിയോട് വരയ്ക്കാനും ശ്രീനിവാസൻ പറഞ്ഞത് കേട്ട് കൺമണി പിന്നെ ഡിസൈൻ വരയ്ക്കാൻ തന്നെ നിർബന്ധിതയാവുകയാണ്. കൺമണി വീണ്ടും ഡിസൈൻ വരയ്ക്കാൻ ചെല്ലുന്നുണ്ട്. പക്ഷെ അപ്പോഴും ശ്രീനിവാസന്റെ ആ ഒരു വയ്യായ്മ കാണുമ്പോൾ കൺമണിക്ക് ആ കാഴ്ച വിഷമമുണ്ടാക്കുകയും ശ്രീനിയുടെ അടുത്ത് ചെന്ന് പിന്നെ പറയുന്നുണ്ട്, അച്ഛാ ഉടനെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം, ഉടനെ തന്നെ സർജറി നടത്തുകയും വേണം, ഇനി ഒന്നും പറയണ്ട, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ശ്രീനിക്കും പിന്നെ മറുത്തൊന്നും പറയാൻ സാധിക്കുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് സുമിത്ര മാനസ്ക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. അവൻ തോക്ക് ചൂണ്ടിയെന്ന് വെച്ച് നീ അങ്ങ് ഭയപ്പെട്ട് മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ? അവന്റെ വെരിട്ടും ബഹളമൊന്നും കണ്ട് നീ പേടിക്കണ്ട. അവനിനി പഴയ ബല്ലാമനൊന്നും ആവാൻ പറ്റില്ല. അവനിപ്പോ പൂർണ്ണമായിട്ട് ഒരു പുണ്യാളനായി മാറിക്കഴിഞ്ഞു. മാനസ് പറയുന്നുണ്ട്, എനിക്കോ പേടിയോ? ഞാനൊന്ന് പതറി. അത് രഹസ്യങ്ങൾ പൊളിഞ്ഞു പോയതിന്റെ പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ആ പേടിയൊക്കെ മാറി. സുമിത്രയ്ക്ക് ആ പറഞ്ഞത് കേട്ട് ഇഷ്ടപ്പെടുന്നു. ബലരാമൻ ഇനി എന്റെ അടുത്തേക്ക് വരുമെന്നും എന്റെ കഴുത്തിൽ താലി കെട്ടും, അതിനുള്ള കരുക്കളൊക്കെ കൃത്യമായിട്ട് നീങ്ങുന്നുണ്ട് എന്നുകൂടെ മാനസ് പറയുന്നത് കേട്ടിട്ട്, ബലരാമനെ മോള് വിവാഹം കഴിക്കണം, കൺമണിയെ കൃഷ്ണന് കിട്ടുകയും ചെയ്യരുത്, അങ്ങനെ വേണം നീക്കങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. കൺമണിയുടെ ശവപ്പെട്ടിയിലെ അവസാന അണിയും അടിച്ചു കഴിഞ്ഞാലേ എനിക്ക് സമാധാനം കിട്ടും. അതേസമയം മാനസ അക്കാര്യം സുമിത്രയെ അറിയിക്കുന്നുണ്ട്. കൺമണിക്ക് നാളെ തന്നെ ഒരു പണി കിട്ടുന്നുണ്ട്. യൂണിവേഴ്സൽ ഗ്രൂപ്പ് എന്നൊരു പ്രധാന ക്ലയന്റിന് വേണ്ടി ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട് അവൾ. അതിലവള് കുടുങ്ങും. കാര്യങ്ങളൊക്കെ വരും ചെയ്തോളൂ. അവൻ അതിന്റെ പിറകിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അത് ഞാൻ നടത്തുന്നുണ്ട്. കൺമണിയുടെ ഡിസൈൻ നാളെ ഓഫീസിലേക്ക് എത്തില്ല. ഇതൊക്കെ കേട്ട് സുമിത്രയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. അതേസമയം ചോദിക്കുന്നുണ്ട്, ഈ കൺമണി അത്രയ്ക്കും മിടുക്കിയാണോ? അവൾക്കൊപ്പം അരികിൽ വേറെ ആളില്ലെന്നാണോ? മനസ്സപ്പോൾ കൺമണിയുടെ കഴിവിനെ കുറിച്ച് പറയാണ്. അവൾ ഒരു ഡിസൈൻ ചെയ്താൽ അതിൽ വിൻ ചെയ്തിരിക്കും. പക്ഷേ നാളെ അത് നടക്കില്ല എന്നുള്ള ആത്മവിശ്വാസവും മാനസിക അമിതമായിട്ടുണ്ട്.